ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കാമശ്ശേരി മുഹമ്മദ് കുന്നത്താണ്. 100 വയസ്സിനട് പ്രായമുള്ള കാമശ്ശേരി മുഹമ്മദ് കുന്നത്ത്, അതായത് മുഹമ്മദ് കാക്കക്ക് നല്ല ഓർമ്മശക്തിയാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് പഴയ കാലങ്ങളെക്കുറിച്ച് അറിയാൻ, ഇടവണ്ണപ്പാറയെക്കുറിച്ച് അറിയാൻ, പഴയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മുഹമ്മദ് കാക്കയുടെ അടുത്ത് വന്നത്. നമ്മൾ അത്ഭുതപ്പെടുത്തി പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന മുഹമ്മദ് കാമശ്ശേരി കുന്നത്ത് കാക്കയെക്കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. അപ്പൊ നിങ്ങള് പണ്ട് യത്തീംഖാനക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്തിരുന്നു അല്ലേ? 20 കൊല്ലം വർക്ക് ചെയ്തില്ലേ? അപ്പൊ എന്താ നിങ്ങൾ അവിടെ ജോലി? അവിടെ അങ്ങനെയായിരുന്നു അല്ലേ? അന്നാ കാലത്ത് അങ്ങനെയായിരുന്നു. തൂക്കേരി. അപ്പൊ നിങ്ങളുടെ ഏരിയ ഈ ഭാഗത്തേനി വായക്കാട്. അവിടെ ഓരോരോ ആഴ്ചയിൽ ഓരോരോ ദിവസം പോകും, മാസത്തിൽ പോകും. എന്നിട്ട് ഈ അരികൾ നിങ്ങൾ എത്തിങ്ങാടെ കൊണ്ടു കൊടുക്കും. ശരി, ഓരോ വീട്ടിലോട്ട് തൂക്ക് വെക്കുക ചെയ്യാം. തൂക്കേരിയാണ് പേര്. അപ്പൊ ആ തൂക്കേരി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഒരു 10 ആദ്യം 10 കാര്യമൊക്കെ കിട്ടണ്ടേ. പിന്നെ തൂക്കച്ചപ്പോ കുറച്ച് കൂടുതലായി. മാസത്തിന് പോയി എങ്ങനെ കൊണ്ടുപോയി? വണ്ടി കൊണ്ടുപോയി. വണ്ടിയിൽ ഒന്നായി പല വെക്കുകയാണ്. വയനാടൊക്കെ അതിരാക്കിന്റെ വെക്കുകയായി. ആ ഭാഗത്ത് ഈ ഭാഗത്ത് അങ്ങനെ ഓരോ ദിവസം തിരിവ് കഴിഞ്ഞിട്ട് 20 കൊല്ലങ്ങൾ അവിടെ വർക്ക് ചെയ്തത്. 20 കൊല്ലം അടക്കം കഴിഞ്ഞ് അയ്യും ആദ്യം അയ്യി സ്വന്തം പിന്നെ മറ്റൊരു അടുപ്പിക്കുന്നു. തേങ്ങ അടക്കുന്നു. അത് നോക്കി ആളെ വെച്ച് പറപ്പിക്കും. അത് ഞാൻ വെച്ച് പറപ്പിച്ച് തേങ്ങ ഓരോ മുക്കിന് ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് വെട്ടത്തിലുണ്ട്. 10 ഭാഗത്താണ്. പിന്നെ വയനാട് ബസ്സൊക്കെ ഒരുപാട് 100 കിട്ടില്ലേ? ഒക്കെ ഓരോ ബൈക്കാന്നുള്ളൂ. ചെറുവായൂർ ആ ഭാഗത്തുണ്ട് കുറച്ച്. അതൊക്കെ കൊങ്ങുണ്ട്. പിന്നെ മാസത്തില് പ്രാവശ്യം എന്തായാലും ജോലി ഉണ്ടാവും. വെള്ളിയാഴ്ച ദിവസമൊക്കെ പോകും. അങ്ങനെ പോകൂല്ലേ? അങ്ങനെ 20 കൊല്ലങ്ങളാണോ ജോലി? അന്ന് ഈ കൗങ്ങിന്റെ ഇതിന് 20 കൊല്ലങ്ങളാണ് വർക്ക് ചെയ്തില്ലേ? അത് കഴിഞ്ഞ ശേഷം നിങ്ങള് കഴിഞ്ഞ ശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സമയമായി പെട്ടെന്ന്. അന്ന് നമ്മൾ ഈ പഴയ അന്നത്തെ എടവണ്ണപ്പാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാ? എടവണ്ണപ്പാറ എങ്ങനെ? നമ്മള് കോയമ്പത്തൂര് കച്ചവടം പാട്ടിലൊക്കെ ഇട്ട് അത് അന്ന് സാധനങ്ങളൊക്കെ ചെറിയ പുതിയൊക്കെ പൂജ കൊടുക്കല. അവര് അച്ചവടം. പിന്നെ പൂജയൊക്കെ വന്നാ പിന്നെ അടക്കന്റെ അച്ചവടം കോയമ്പത്തൂര് വലിയ അച്ചവടം മതി. പിന്നെ അബാജി അവിടെ മുയമ്പത്തേര് അന്ന് ഈ അടക്കന്റെ ചാക്കൊക്കെ ഉണക്കിയിട്ട് വണ്ടി ചാക്കിങ്ങനെ 12 പുയ്യാണ്. 12 പുയ്യ അടക്കുന്നത്. അത് 10 ചാക്ക് 100 ചാക്കും ഉണ്ടാവും. അന്ന് പുലി വലിയ ആദ്യം ഈ അടക്ക നടക്കുന്നോട്ട് നമ്മൾ സ്റ്റാക്ക് പിടിച്ചൊക്കെ വിട്ടുള്ളൂ. അന്നെന്നാണ് ചോദിച്ചാൽ അന്നെന്നാണ് വലിയ സാധനം. അന്നെന്നാണ് ഇന്നത്തെ ആഴ്ച നോക്കും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വാഴക്കാട് എടക്കടവത്തെ സാധനങ്ങൾ വെച്ച് തോണിയിലാണോ അങ്ങോട്ട് കൊണ്ടുവന്നത്? അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓ, ഞാൻ 12 വീയാണ് എന്നെ ഒരു ചാക്കയ്ക്ക് പിഞ്ചാക്കിന് 1.5 റുപ്യ കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു. കച്ചവടക്കാര് പേരുണ്ടാവും, അവിടെ വിളിച്ചു കൊടുക്കുക. അത് തന്നെയാണ് പിഞ്ചാക്കിന് 1.5 റുപ്യ. അപ്പോ അന്ന് അക്കാലത്ത് നിങ്ങൾക്ക് എടവണ്ണപ്പാറ അങ്ങനെ പിന്നെ അന്നത്തെ റോഡിന്റെ സ്ഥിതി ഒക്കെ എന്താ? റോഡിന്റെ സ്ഥിതി വരമ്പ് മാത്രമായിരിക്കും. റോഡില്ല. സാധാരണ കുടുക്കം മൊയ്യാക്കി കച്ചവടം കച്ചവടം അവിടെ നടുവിലായി കുഴിച്ചെന്നാല അവിടെ കപ്പ്യാന് മലമാസണ്ട്. കപ്പ്യാന് വഴിയില്ല. ആ കൊയ്പൂജ അവിടെ ഞാൻ അന്ന്
അന്ന് അന്ന് തലയിലാണ് കൊണ്ടുവരല്. ഒക്കെ തലയും ചെയ്യില്ല തലയും ചെയ്യില്ല തലേ ചുമര് വഹിച്ചിട്ട് കൊണ്ടുവരും. ഒക്കെ തലയും ചെയ്യില്ല ഒക്കെ തലയും പോവുക. അതിന്റെ തലയെ കൊണ്ടുവന്ന് വെച്ചാൽ പുലിമരി കൊണ്ടുവന്ന് ബിയ്യാക്കിട്ടാണ് ചെയ്ത് എന്നെ അത് പുലിമരി ആദ്യമായിട്ട് കൂടി പുലിമരി കൂടും. അത് കുഞ്ഞിപ്പത്തെ മംസിയാക്കട്ടെ മുമ്പിൽ ബിയ്യംസിയാക്കാൻ ഓർമ്മ കുഞ്ഞിപ്പത്തിയാക്കും മതി. അന്ന് മൂപ്പര സെറ്റില് ചേർക്കുന്ന ചർച്ച ഉണ്ടാവും. അതുപോലെ ഈ സോനി അസനയ്ക്ക അസനാജിക്കാരെ അടുത്തുള്ള പിന്നെ നമ്മളെ സ്കൂളിൽ ഇപ്പൊ 100 കൊല്ലായില്ലേ, അപ്പൊ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. സ്കൂളില്ലേ നമ്മളെ എടനപ്പാറ സ്കൂള്? സ്കൂളുണ്ട്. അന്ന് സ്കൂൾ സ്കൂൾ സർക്കസിലായുള്ളൂ. ഇപ്പം നല്ല മാറ്റമായല്ലോ. മാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയോ? ഇപ്പൊ എല്ലാവരും ഒക്കെ മാറ്റം. ഇപ്പൊ ഞാൻ 9 കൊല്ലായി എങ്ങനെ? 9 കൊല്ലായി. 9 കൊല്ലായി. ഇപ്പൊ ഏട്ട് പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങാൻ സാധിക്കില്ല. വിഷമം പലരും പറഞ്ഞു നോക്കുന്നുണ്ട്. അടച്ചവനെ ഇവിടെ തന്നെയാണല്ലേ പറഞ്ഞോളി. നിർദ്ദേശിച്ചോ ചട്ടി പറഞ്ഞു വെക്കും. അപ്പൊ അള്ളാനോട് പഠിച്ചോളൂ ഈ കണ്ടറിയാ ചട്ടി പറഞ്ഞു വെച്ചിട്ട് അയ്യോ ഇങ്ങനെ ആക്കും. ഇപ്പം ഒരു മാസം വെച്ചിട്ടില്ല. 1 വർഷം മനുവാണ്. അപ്പൊ 2 വർഷം